ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ ദുൽഖർ സൽമാന്റെ മൊഴിയെടുത്തു. എറണാകുളം ഇളംകുളത്തെ വീട്ടിലാണ് 13 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലും പരിശോധനയും നടന്നത്. ചെന്നൈയിലായിരുന്ന താരം ഇഡിയുടെ നിർദ്ദേശപ്രകാരം ഉച്ചയോടെ കൊച്ചിയിലെത്തി. പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളും ഓഫീസും ഉൾപ്പെടെ 17 ഇടങ്ങളിലാണ് ഇഡി പരിശോധന നടത്തിയത്. ഫെമ ചട്ടലംഘനം ഉണ്ടായി എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഭൂട്ടാൻ കാർക്കടത്തിൽ ഹവാല ഉൾപ്പെടെയുള്ള അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇഡി പരിശോധന. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 17 ഇടങ്ങളിലാണ് ഇന്ന് പരിശോധന നടന്നത്. ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെയും ചെന്നൈയിലെയും വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടന്നു. തുടർന്ന് ചെന്നൈയിലായിരുന്ന താരത്തെ ഇഡി എളംകുളത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. 2 മണിയോടെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ പൂർത്തിയായതോ രാത്രി 8 മണിയോടെ. പൃഥ്വിരാജിന്റെ വീട്ടിലും അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും ഇഡി പരിശോധന നടന്നു. കേരളത്തിൽ 5 ജില്ലകളിലായി വാഹന ഡീലർമാർ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. തമിഴ്നാട്ടിൽ ചെന്നൈയിലും കോയമ്പത്തൂരുമാണ് ഇഡി പരിശോധന നടന്നത്. ഭൂട്ടാനിൽ നിന്നുള്ള കാർക്കടത്തിൽ ഫെമ ചട്ടലംഘനം നടന്നുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഫെമ ചട്ടത്തിലെ 3, 4, 8 വകുപ്പുകളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഡിഫൻഡർ, ലാൻഡ് ക്രൂസർ തുടങ്ങിയ വാഹനങ്ങളുടെ ഇടപാടിൽ ഹവാല നെറ്റ്വർക്കിന്റെ വിവരങ്ങളും ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇടപാടുകളുടെ പ്രധാന കേന്ദ്രമെന്നാണ് കണ്ടെത്തൽ. ഇന്ത്യൻ ആർമിയുടെയും US എംബസിയുടെയും രേഖകൾ സംഘം വ്യാജമായി നിർമ്മിച്ചുവെന്നും ഈ രേഖകൾ ഉപയോഗിച്ച് സിനിമാ താരങ്ങൾക്കും ശതകോടീശ്വരന്മാർക്കും വാഹനങ്ങൾ വിൽപ്പന നടത്തിയുമെന്നുമാണ് വിവരം. താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ നെറ്റ്വർക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴുള്ള അന്വേഷണം. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാകും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.